എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചു വന്നത് തോണ്ടേക്കിന്റെ തിയറി പഠിച്ചായിരുന്നു, പാവ്ലോവിന്റെ തിയറി പഠിച്ചായിരുന്നു. അപ്പം നമുക്കിനി അതിനകത്ത് ആ കൂട്ടത്തിൽ പഠിക്കേണ്ട ആളാരാ? സ്കിന്നറിനെ കുറിച്ചല്ലേ പഠിക്കാനുള്ളത്. സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം, തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഒരു എലിയുടെയും ഒരു പരീക്ഷണവും എലിയെ കൂട്ടിനകത്തടച്ച കാര്യമൊക്കെ അറിയാം നിങ്ങൾക്ക്. നോക്കാം. പ്രാവിലൊക്കെ പരീക്ഷണം നടത്തിയ ആളാണേ അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ സ്കിന്നറിൻ്റെ തിയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. ക്ലിയർ? അപ്പം ആദ്യം നമ്മൾ നോക്കിയേ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതനാര്? ഒന്നാമത്തെ ചോദ്യം. 2, സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണതയെ പഠനത്തിലെ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് രണ്ടാമത്തെ ചോദ്യം. ഇതിൻ്റെ എല്ലാ ആൻസറും നമുക്ക് വേണം. ഒരു കുട്ടിയുടെ പെരുമാറ്റം പ്രതിഫലത്തിൻ്റെയോ, അതായത് നമ്മുടെ പ്രബലനത്തിൻ്റെയോ ശിക്ഷയുടെയോ സഹായത്തോടെ പരിഷ്കരിക്കാനാകും. ഇത് കുട്ടിയുടെ ഡാഷ് വളർച്ചയെ രൂപപ്പെടുത്തുന്നു. കേട്ടോ, ഇത് പ്രബലനമാണേ. ഓക്കെ. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികസനത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. എല്ലാ തവണയും ചോദിച്ചിട്ടുണ്ട്. കേറ്ററ്റിന് വളരെയധികം കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാ. UP എക്സാമിനും ചോദിച്ചിട്ടുണ്ട്, LP എക്സാമിനും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് മറന്നു പോകരുത്. ഇതിൻ്റെ ആൻസറൊക്കെ നമുക്ക് അറിയണ്ടായോ? നോക്കിയേ, ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയുമായിട്ട് ആരാണ് മുന്നോട്ട് വെച്ചത് നോക്കാം. അത് 4 ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതൊരു പിക്ചറാണ്. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളുണ്ട്. ഇത് 4 സെറ്റായിട്ടാണ്, 8 ടോട്ടൽ ഉണ്ടെങ്കിലും 2, 4, 6, 8 അങ്ങനെ സെറ്റായിട്ട് 4 സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതേതൊരു നിയമമാണ്? ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണും കേട്ടോ. എക്സാമിന് കണ്ടു കാണും, കേറ്ററ്റിൻ്റെ എക്സാമിന് പഠിച്ചു കാണും. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തത്തെ സ്വാധീനിക്കുന്ന ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു ചോദകത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവർത്തി കൂട്ടുന്നുവെങ്കിൽ അത് ഡാഷ് ആണ്. ഇതിലേതിലാണ്? UPSCയുടെ 2016 ചോദ്യം മക്കളെ. വളരെ വളരെ അടുത്തുള്ളൊരു ചോദ്യമാണ്, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണേ. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന സിദ്ധാന്തം ആരുടേതാണ്? ഞാൻ നിർമ്മിതിവാദമാണ് അതിന് കൊണ്ടുവന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത സമീപനം ഏത്? 2016 ചോദ്യമാണ്. ഓക്കെ. കാഴ്ചയ്ക്ക് സാദൃശ്യമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള മനസ്സിന്റെ പ്രവണത നമുക്കുണ്ട്. അതേത് നിയമമാണ്? ഓക്കെ, അത് 2015 കേറ്ററ്റിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമുക്കിതെല്ലാം പഠിക്കണം. അപ്പൊ ഇന്ന് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സ്കിന്നറിന്റെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തവും അന്തർദൃഷ്ടി പഠന സിദ്ധാന്തവും. അതുകൊണ്ടാണ് ഈ ഉൾക്കാഴ്ചയുടെ ഒക്കെ ക്വസ്റ്റ്യൻ കയറി വന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം മക്കളെ. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ മറ്റു പേരുകൾ നമുക്കറിയാം അല്ലേ? ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് തിയറി, R ടൈപ്പ് കണ്ടീഷനിങ് തിയറി, അതേപോലെ ക്രമാനുബന്ധന സിദ്ധാന്തം, പ്രബലന സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ ഓപ്പറന്റ് കണ്ടീഷനാണ്. പ്രവർത്തനാനുബന്ധ സിദ്ധാന്തത്തിന്റെ സ്കിന്നറിന്റെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ആ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, റിവാർഡ് ലേണിംഗ്, R ടൈപ്പ് കണ്ടീഷനിങ്, അതുപോലെ ക്രമാനുബന്ധന സിദ്ധാന്തം, പ്രബലന സിദ്ധാന്തം എന്നാണ് പേരുകൾ. അപ്പൊ സ്കിന്നർ ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് മക്കളെ. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് നമ്മുടെ സ്കിന്നർ. അപ്പൊ സ്കിന്നർ നമ്മുടെ തോണ്ടേക്കിന്റെ ഫലനിയമമൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ട്രയൽ ആൻഡ് എറർ തിയറിക്ക് അത് ഫലനിയമം ഉണ്ടായിരുന്നു. ആ ഫലനിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഫലനിയമവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് നമ്മുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ആരാ? നമ്മുടെ സ്കിന്നറാണ് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ് പറയുന്നത്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടിക്കാണും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തോണ്ടേക്കിന്റെ തിയറിക്കകത്ത് നമ്മൾ പഠിച്ചായിരുന്നു ചോദകമുണ്ട്. ആ ചോദകത്തിനായിട്ട് അനുബന്ധമായിട്ടുള്ള ധാരാളം പ്രതികരണങ്ങൾ നടക്കുന്നു. ഒരു ചോദകമുണ്ട്, ആ ചോദകത്തിന് വേണ്ടി പ്രതികരണങ്ങൾ നടക്കുന്നു. ഇവിടെ അങ്ങനല്ല. ആ SR ബന്ധം, സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്ന ചോദക പ്രതികരണ ബന്ധത്തെ പൊളിച്ചടുക്കി റിവേഴ്സ് ഓർഡറിൽ RS ബന്ധം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനാണ് നമ്മുടെ സ്കിന്നർ. RS ബന്ധം എന്ന് പറയുമ്പോൾ എന്തുവാ? നമ്മുടെ റെസ്പോൺസ് സ്റ്റിമുലസ്, അതായത് പ്രതികരണങ്ങൾക്കാണ് പ്രാധാന്യം അദ്ദേഹം നൽകിയത്. പ്രതികരണങ്ങളിലൂടെ എന്തിലേക്ക് എത്തിച്ചേരുന്നു? സ്റ്റിമുലസിലേക്ക്. ശരിയായ പ്രതികരണം ഉണ്ടെങ്കിൽ അവിടെ ആവശ്യമായ പ്രബലനവും കിട്ടിത്തുടങ്ങി. എന്താണ് പ്രബലനം? റീഇൻഫോഴ്സ്മെന്റും കിട്ടിത്തുടങ്ങി. ഇപ്പൊ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആവശ്യമായിട്ടുള്ളൊരു പ്രബലനം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ എവിടേക്ക് എത്തിച്ചേരും? നല്ല റിസൾട്ട് എന്ന സ്റ്റിമുലസിലേക്ക് എത്തിച്ചേരും. അല്ലാതെ റിസൾട്ട് ഇന്ന ഭാഗം എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കർത്തവ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പ്രബലനം തരുമ്പോൾ, ഞാൻ റീഇൻഫോഴ്സ്മെന്റ് തരുമ്പോൾ നിങ്ങൾ കൃത്യമായി ഇതിലേക്ക് എത്തിച്ചേരും മക്കളെ, ചോദകത്തിലേക്ക് എത്തിച്ചേരും. ആ ഒരു രീതിയാണ് ഈ സിദ്ധാന്തത്തിന്റെ പിന്നിൽ. ക്ലിയർ ആയോ? നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നേ. നോക്കിയാട്ടോ, തോണ്ടേക്കിന്റെ ഫലനിയമമാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്കിന്നറിനെ ഈ പഠനത്തിലേക്ക് എത്തിച്ചത്. സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ 2 തരം പ്രതികരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്രതികരണങ്ങൾ ഉണ്ട്. ആ പ്രതികരണങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് എവിടേക്ക് എത്തിച്ചേരുന്നത്? ചോദകത്തിലേക്ക്. എന്നാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. എലിസിറ്റഡ് റെസ്പോൺസും എമിറ്റഡ് റെസ്പോൺസും. എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തമായ ചോദക മൂലമുള്ള പ്രതികരണം. അപ്പൊ ചോദകമുണ്ട്. ഇപ്പം ഞാൻ ഒരാളോട് ചോദിക്കുക, ആ മോളെ എവിടേക്ക് പോവുക, എന്തെടുക്കുക, എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവൾക്കൊരു ഉത്തരവുണ്ട്. ഞാൻ കോളേജിലേക്ക് പോവാണ്, എന്തെങ്കിലും ചെയ്യുകയാണ് എന്നുള്ളൊരു ഉത്തരം. അപ്പോൾ ഒരു വ്യക്തമായ ചോദകത്തിനനുസരിച്ച് നൽകുന്ന പ്രതികരണം, അതാണ് എലിസിറ്റഡ് റെസ്പോൺസ്, വ്യക്തമായ ചോദക മുഖേന ഉണ്ടാകുന്ന പ്രതികരണം. എന്നാൽ രണ്ടാമത്തേനാണ് നമ്മുടെ സ്കിന്നർ പ്രാധാന്യം കൊടുത്തത്, എമിറ്റഡ് റെസ്പോൺസ്. എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് അജ്ഞാതമായ ചോദകം. ചോദകം എന്താണെന്ന് അറിയത്തില്ല, ചോദകം എന്തെന്നറിയാതെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ചോദകമില്ലാതെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്നോടൊരാൾ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ നടന്നിങ്ങനെ പോവുക, അപ്പം എൻ്റെ വല്യച്ഛൻ്റെ മോള് അവിടെ നിൽക്കുക. ചേച്ചി എന്നോട് ഒന്നും ചോദിച്ചില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി എന്തോ പറഞ്ഞത്, ഞാൻ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ, ഞാൻ കോളേജിലേക്ക് പോവാ, ഞങ്ങളുടെ കോളേജിൽ ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ചോദകമില്ലാതെ തന്നെ എനിക്കുണ്ടായ പ്രതികരണമാണ്. ആ പ്രതികരണത്തിലൂടെയാണ് ചോദകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ക്ലിയർ ആയി? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നില്ലേ, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് സ്റ്റിമുലസും കാര്യങ്ങളും ഒന്നുമില്ല, ഞാൻ നന്നായിട്ട് എല്ലാ ദിവസവും രാവിലെയും പഠിക്കുന്നു, വൈകുന്നേരവും പഠിക്കുന്നു, പിറ്റേ ദിവസവും പഠിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നു. അപ്പം ആ ഒരു എൻ്റെ പ്രതികരണം അത് ശരിയായ രീതിയിലുള്ള പ്രതികരണമാണെങ്കിൽ ആ പ്രതികരണത്തിലൂടെ ശരിയായ രീതിയിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ്, ബിഹേവിയർ പരിവർത്തനം ഉണ്ടാകും, ബിഹേവിയറിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അത് ശരിയായ രീതിയിലുള്ള ചോദകത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരും. ഇതിനെയാണ് എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് പറയുമ്പോൾ മനസ്സിലാവും ഒന്നുകൂടെ കേട്ടോ. ഈ എമിറ്റഡ് റെസ്പോൺസിനെ, അജ്ഞാതമായ ചോദകത്തിനെ നമ്മൾ ഒപ്പറൻസ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നേ? ഒപ്പറൻസ്. നമ്മുടെ ചോദകവുമായി യാതൊരു ബന്ധമില്ലാത്ത പ്രതികരണങ്ങളായിരിക്കും നമ്മളിങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഊഞ്ഞാലാടും, നന്നായിട്ട് ഊഞ്ഞാലാടുന്നു, ഇഷ്ടംപോലെ പ്രതികരണമാണ്. കുറേ നേരം ഊഞ്ഞാലാടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കെന്താ, ഈ നിങ്ങൾ ചില്ലാട്ടമൊക്കെ ആടുന്ന കണ്ടിട്ടില്ലേ, ഊഞ്ഞാലിൻ്റെ മുകളിൽ കയറി നിന്നാടുന്നു. ഒരുപാട് പ്രതികരണങ്ങൾക്കുള്ളിലായിരിക്കും ലാസ്റ്റിൽ നമ്മളൊരു മാവിനകത്തായിരിക്കും ഈ ഊഞ്ഞാൽ കെട്ടിയേക്കുന്നത്. ലാസ്റ്റിലായിരിക്കും നമുക്ക് പ്രതികരണങ്ങൾ ഇങ്ങനെ ചെയ്ത് എപ്പോഴോ ഒരാട്ടത്തിന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മാങ്ങ കിട്ടും. മാങ്ങ ഉണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല നമ്മൾ ഊഞ്ഞാലാടുന്നത്. നമ്മളുടെ പ്രതികരണങ്ങൾ ശക്തമാകുന്നതോടെ നമുക്ക് ചോദകത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്തിച്ചേരും. അതാണ് മക്കളെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അജ്ഞാതമായ ചോദകം എവിടെയോ ഇരിക്കുന്നു, പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ശരിയായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നൽകിക്കൊണ്ട് വ്യക്തമായി നമ്മൾ ചോദകത്തിലേക്ക് അടുത്തേക്ക് ചെല്ലും. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? കൃത്യമായ മോട്ടിവേഷൻ കൊടുക്കണം, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം, പ്രബലനം കൊടുക്കണം. എലിയിലും പ്രാവിലും ഒക്കെയാണ് സ്കിന്നർ എന്തോ ചെയ്തത്? ഈ പഠനങ്ങൾ നടത്തിയത്. എലിയിലും പ്രാവിലും ഒക്കെയാണ് നടത്തിയത് കേട്ടോ. അതുകൊണ്ട് എന്താണ് പറഞ്ഞു വരാം, ബാക്കി നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് പറയാം. അതിനു മുമ്പ് കേൾക്കേണ്ട ഒരു കാര്യം, കൃത്യമായ പ്രബലനം നടത്തിക്കൊണ്ട് മാത്രമേ പ്രതികരണത്തെ ശക്തമാക്കാൻ കഴിയൂ. ആ ശക്തിയിലൂടെ മാത്രമേ ഓരോ വ്യക്തികൾക്കും തങ്ങളുടെ സ്റ്റിമുലസിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ തിയറിയുടെ കേന്ദ്രബിന്ദു പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിനെ വിളിക്കുന്ന പേരാണ് പ്രബലന സിദ്ധാന്തം. റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്നും എന്തിനെ വിളിക്കാം? നമ്മുടെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെ, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിനെ പ്രബലന സിദ്ധാന്തം എന്നും വിളിക്കാം. RS ടൈപ്പ് ആണ്. റെസ്പോൺസിൽ നിന്ന് സ്റ്റിമുലസിലേക്ക് എത്തുകയാണ്. ഓക്കെ, റെസ്പോൺസ്, അതുപോലെ തന്നെ സ്റ്റിമുലസ്, റീഇൻഫോഴ്സ്മെന്റ്. ഇത് മൂന്നും കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലാണ് വരുന്നത്. നോക്കാം. അടുത്ത ഈ ഒരു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. വാചികമായ സ്വഭാവങ്ങളുടെ
നമ്മളുടെ വാചികമായ വെർബലായിട്ടുള്ള സ്വഭാവങ്ങളുടെ വിശകലനത്തിലൂടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താമെന്ന് ആര് പറഞ്ഞു? സ്കിന്നർ പറഞ്ഞു. നമ്മുടെ പ്രതികരണങ്ങളിലൂടെയും നമ്മുടെ വാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും സ്വഭാവങ്ങളിലൂടെയും അതിൻ്റെ വിശകലനത്തിലൂടെയും ഓരോ വ്യക്തിക്കും അവരവരുടെ കാഴ്ചപ്പാട്, വിദ്യാഭ്യാസം, ബിഹേവിയർ ഒക്കെ മെച്ചപ്പെടുത്താമെന്ന് ആര് പറഞ്ഞു? സ്കിന്നർ പറഞ്ഞു കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്കിന്നറിന്റെ സിദ്ധാന്തത്തിന്റെ കേന്ദ്രബിന്ദു എന്തു മക്കളെ? റീഇൻഫോഴ്സ്മെന്റ്, പ്രബലനമാണ്. ഇനി നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം നടക്കുവാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ചോദകം നൽകും. അതിനെ വിളിക്കുന്ന പേരാണ് പ്രബലനം. ഇപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, അപ്പം ഞാൻ അവനെ തലോടുകയും അവന് വേണ്ട ആഹാരങ്ങൾ കൊടുക്കുകയും അവന് ഇഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നതാണ്. അഭിലഷണീയമായ പ്രതികരണം ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഉടനെ തന്നെ സന്തോഷസൂചകമായ ഒരു ചോദകം നൽകി അവരെ എന്തോ ചെയ്യും? ഒന്നുകൂടെ ഉത്സാഹഭരിതരാക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്തോ മക്കളെ? പ്രബലനം. പ്രബലനത്തിന് ഇനി തിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. 1-2 നമ്മളിപ്പോൾ തിരിക്കും. നമുക്ക് നോക്കാം. ഇനി ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് കണ്ടീഷനിങ് ആവണം. എന്തുവാ? അനുബന്ധനം ചെയ്യണം. അനുബന്ധനം ചെയ്യണം എന്ന് വെച്ചാൽ അതുമായിട്ട് ഉൾച്ചേരണം. അങ്ങനെ അനുബന്ധനം ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം? പ്രബലനം ഉണ്ടാകണം. അനുബന്ധത്തിന്റെ സവിശേഷമായ ഒരു ഘടകമാണ് പ്രബലനം. ഇപ്പം ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുക, അവൻ ആ ഒരു പ്രവൃത്തിയുമായിട്ട് ഉൾച്ചേർന്ന് പോകുക, അതുമായിട്ട് അനുബന്ധനം നടന്നു പോവുക, വളരെയധികം കണ്ടീഷനിങ്ങിൽ പോവുക. പക്ഷേ അവൻ്റെ ആ കണ്ടീഷനിങ്ങിനെ ശക്തമാക്കണമെങ്കിൽ, ആ അനുബന്ധനം വളരെ ശക്തമാക്കണമെങ്കിൽ, ആ പ്രതികരണം വീണ്ടും വീണ്ടും ശരിയായ അവൻ്റെ പ്രതികരണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് നൽകിക്കോണം? ഞാൻ പ്രബലനം നൽകണം. അവന് ഹോർലിക്സ് ഇട്ട ചായയോ പാലോ അവനൊരു തലോടലോ ഞാൻ ചെന്നിരുന്നിട്ടുള്ള സാമീപ്യമോ സ്നേഹമോ ഒക്കെ നൽകുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്? ശരിയായ രീതിയിലുള്ള അനുബന്ധനം നടക്കും. സ്കിന്നറിന്റെ സിദ്ധാന്തത്തിന്റെ കേന്ദ്രബിന്ദു പ്രബലനമായതുകൊണ്ട് ഈ തിയറിയെ വിളിക്കുന്ന പേരെന്താണ്? പ്രബലന സിദ്ധാന്തം, റീഇൻഫോഴ്സ്മെന്റ് തിയറി. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത നോക്കാം. ഈ പ്രവർത്തനാനുബന്ധ പ്രക്രിയയിൽ പ്രബലനം വഴി പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ് ഓപ്പറൻറ്റുകൾ. എന്തോ മക്കളെ ഈ ഓപ്പറൻറ്റുകൾ എന്ന് പറയുന്നത്? OPERANDS, ഓപ്പറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വ്യക്തമായ ചോദകമില്ല, അജ്ഞാതമായ ചോദകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടി പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ? നമുക്കറിയാൻ വയ്യാത്തൊരു ചോദകത്തിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദകം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. നമ്മളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതുമായിട്ട് അനുബന്ധനം ചെയ്തു പോകണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് ഓപ്പറൻറ്റുകൾ. ചോദകമില്ലാതെ നടത്തുന്ന നമ്മുടെ പ്രതികരണങ്ങൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് ഓപ്പറൻറ്റുകൾ. പ്രബലനം വഴി മാത്രമേ ഈ ഓപ്പറൻറ്റുകളെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റൂ? പുഷ്ടിപ്പെടുത്താൻ പറ്റൂ, ശരിയായ രീതിയിൽ പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റൂ. ഒരു സ്റ്റിമുലസും ഇല്ലാതാണ് എൻ്റെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും. അവന് പ്രത്യേകിച്ച് സ്റ്റിമുലസ് എന്താണോ ഒന്നുമില്ല. ഓക്കെ, എന്താണ് ഞാൻ പറയട്ടെ, അംഗനവാടി പഠിക്കുന്ന ഒരു കുഞ്ഞ്, അതെന്തുവാ നാളെ SSLCയുടെ എക്സാം ആണോ? അല്ല, അതിനൊരു ഒരു എന്താ പറയുക, ഒരു സ്റ്റിമുലസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അത് നന്നായിട്ട് അംഗനവാടി പോട്ടെ, LKG UKG ഒക്കെ നോക്കാം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുന്നൊരു കുട്ടി, അവർക്കൊരിക്കലും ഒരു എക്സാമോ ഒരു സ്റ്റിമുലസോ ഒന്നും അങ്ങേ അറ്റത്തിരിപ്പിയല്ല. അത് അവരെക്കുറിച്ച് അറിയത്തുമില്ല. അവർ നന്നായിട്ട് ഡ്രോ ചെയ്യുന്നു, നന്നായിട്ട് ഭംഗിക്ക് ഇഷ്ടംപോലെ പടങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ആ ഒരു പ്രക്രിയയിൽ അവർ ഇഴചേരുകയാണ്, അനുബന്ധനം നടത്തുകയാണ്. അത്തരം അവരുടെ പ്രതികരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഓപ്പറൻസ്. അത്തരം അവരുടെ പ്രവർത്തനങ്ങൾ, ആ ഒരു ഡ്രോയിങ് എന്ന് പറഞ്ഞ ആ ഒരു പ്രക്രിയയിൽ അവർ മാക്സിമം കണ്ടീഷനിങ് ആയി വരുന്ന അത്തരം പ്രതികരണങ്ങളെ ശക്തമാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം മക്കളെ? പ്രബലനം വേണം. ഞാൻ ചെന്ന് ചായങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയും അല്ലെങ്കിൽ വരയ്ക്കാനൊക്കെ ഞാനോടൊന്ന് ഹെൽപ്പ് ചെയ്യുകയും കയ്യൊക്കെ തടവി കൊടുക്കുകയൊക്കെ ചെയ്താൽ അതാണ് പ്രബലനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പ്രവർത്തനാനുബന്ധന പ്രക്രിയയിൽ പ്രബലനം വഴി നമുക്ക് മോഡിഫൈ ചെയ്ത് കിട്ടുന്ന പ്രതികരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഓപ്പറൻറ്റുകൾ. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തിയെ, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, അതുമായി ബന്ധപ്പെട്ട അനുബന്ധനത്തിന് വിധേയമാക്കുന്ന പ്രവൃത്തികളെ വിളിക്കുന്ന പേരാണ്, അത്തരം പ്രതികരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഓപ്പറൻസ്. പ്രബലനം വഴി നമുക്ക് എന്തോ ചെയ്യാൻ കഴിയും? ഈ ഓപ്പറൻറ്റുകളെ വൃത്തിയായിട്ട് കാര്യക്ഷമമാക്കാൻ പറ്റും. ഞാൻ സഹായിക്കും തോറും അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള പ്രബലനം വഴി എൻ്റെ കുഞ്ഞ് നന്നായിട്ട് ഡ്രോ ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആയോ? ഓക്കെ. ചോദകമില്ലെങ്കിൽ പ്രതികരണമല്ല എന്ന സിദ്ധാന്തം സ്കിന്നർ അംഗീകരിച്ചോ? ഇല്ല. അദ്ദേഹം പറഞ്ഞത് ചോദകം യാതൊരു ഇമ്പോർട്ടൻസും ഉള്ള കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് പ്രതികരണത്തിനാണ് പ്രാധാന്യം. പ്രതികരണത്തിലൂടെ മാത്രമേ ചോദകത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ, അതിൽ അനുകൂലമായ പ്രതികരണങ്ങൾ ശരിയായ രീതിയിലുള്ള വ്യവഹാരത്തെ രൂപപ്പെടുത്തും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ പ്രതികരണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വ്യക്തമായ വളരെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെയധികം ശക്തമായ പ്രബലനം വഴി ആ
ആ പ്രതികരണങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഓട്ടോമാറ്റിക്കലി ചോദകത്തിലേക്ക് എത്തിച്ചേരും. അദ്ദേഹം 2 വ്യത്യസ്ത തരത്തിലുള്ള വ്യവഹാരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നോക്കാം എന്തുവാണെന്ന്. വ്യക്തമായ ചോദകങ്ങൾ വഴി, മുമ്പേ പറഞ്ഞില്ലേ ഞാൻ, ഓക്കെ ചോദകമുണ്ട്, ചോദകത്തിനനുസരിച്ച് പ്രതികരണം, അതിനല്ല അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. റെസ്പോണ്ടന്റ് കണ്ടീഷനിങ്ങിനല്ല അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു, ഞാൻ റെസ്പോണ്ട് ചെയ്തു, അതിലല്ല അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തത് അല്ലേ. അജ്ഞാതമായ ചോദകം എന്തെന്നറിയാതെ എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ആ പ്രതികരണങ്ങൾ ശക്തമായതോടെ, ആ പ്രതികരണങ്ങൾ അനുകൂലമായതിനാൽ ആ പ്രതികരണങ്ങളെ പ്രബലനം വഴി എന്തോ ചെയ്തു, ശക്തമാക്കിയിട്ട് മാത്രമാണ് ഞാൻ ഏതിലേക്ക് എത്തിച്ചേർന്നത്, വ്യക്തമായി ചോദകത്തിലേക്ക് എത്തിച്ചേർന്നത്. നമുക്കിനി എക്സ്പെരിമെന്റ് നോക്കാം. സ്കിന്നർ വിശക്കുന്ന ഒരു എലിയെ എവിടെയാക്കി, പെട്ടിയിലാക്കി. കണ്ടോ, പെട്ടിക്കകത്തൊരു എലി കിടപ്പുണ്ടേ. ഈ പെട്ടിക്കകത്തൊരു എലി കിടക്കുന്നു. പെട്ടിക്കുള്ളിൽ ഒരു ലിവർ സംവിധാനം ഉണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല മക്കളെ, പുറത്ത് ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പെട്ടിക്കകത്തൊരു ലിവറുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ചാടുന്ന സമയത്തൊക്കെ ഈ ലിവർ ഒന്ന്, യാദൃച്ഛികമായിട്ടായാൽ പോലും ഈ ലിവർ ഒന്ന് തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തുവാ, അകത്തുനിന്ന് ഫുഡിൻ്റെ പെല്ലറ്റ്, ഫുഡിൻ്റെ ഓരോരോ പീസ്, ധാന്യങ്ങൾ എന്തോ ചെയ്യും, അകത്തോട്ട് കയറി വരുന്നൊരു സംവിധാനമാണ് അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കറിയത്തില്ല, എലി ഇങ്ങനെ വിശന്നതിനകത്ത് ഇരിക്കുക, എനിക്കറിയത്തില്ല പുറത്തുനിന്നൊരു ഫുഡുണ്ടെന്ന്. അപ്പോൾ എലി എന്തുവാ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി നടക്കുകയും ഓടിയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് യാദൃശികമായി ലിവറേൽ അമങ്ങി. കയ്യോ കാലോ എന്തെങ്കിലും അനങ്ങിന്ന് വിചാരിക്കുക, ചാടുവല്ലയോ ഓടുവല്ലയോ. അങ്ങനെ അനങ്ങിയ സമയത്ത് എന്തോ സംഭവിച്ചു, നമുക്ക് ഒരുപാട് പ്രതികരണങ്ങൾ, ആദ്യത്തെ 1-2 പ്രതികരണങ്ങൾ നടത്തിയപ്പോഴിങ്ങനെ ഫുഡ് പതിയെ വരാൻ തുടങ്ങി. അപ്പോഴെന്തുമായിരിക്കും, എലിക്ക് മനസ്സിലായി എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്ത സമയത്ത് ഉറപ്പായിട്ടും എനിക്കൊരു സമ്മാനം കിട്ടി, എനിക്കൊരു ആഹാരം കിട്ടി, അതാണ് അതിൻ്റെ സമ്മാനം. ക്ലിയറായോ? പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ആഹാരം എന്ന ചോദകത്തിൻ്റെ അടുത്തേക്ക്, ചോദകം എന്ന് പറയുമ്പോൾ തന്നെ ആ ലിവർ ഓപ്പൺ ആയിട്ട് എന്തോ ഒരു കാര്യം പുറത്തിരിപ്പുണ്ട്, അത് അതിനിഷ്ടമുള്ള ആഹാരമാണ്. കൃത്യമായി ആ ആഹാരം കിട്ടിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഈ എലി തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഈ എലി പിന്നെ വീണ്ടും പ്രതികരണം ചെയ്യുമോ? ഇല്ല. പ്രതികരണത്തിലൂടെ കൃത്യമായ പ്രബലനം കിട്ടി. ഇവിടെ ആഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് കൊടുത്ത പ്രബലനമാണ്, അതിന് കൊടുത്ത സമ്മാനമാണ്. ആ പ്രബലനം കിട്ടിയത് കൊണ്ടാണ് ആ ചോദകത്തെ വീണ്ടും വീണ്ടും അതങ്ങ് ആഗ്രഹിക്കുന്നത്. വീണ്ടും വീണ്ടും അത് ചെയ്ത് വീണ്ടും പ്രതികരണങ്ങൾ നടത്തി. അവൾ 2, 3, 4 വട്ടമൊക്കെ വീണ്ടും ലിവറൊക്കെ പ്രസ് ചെയ്ത് പ്രതികരണം, ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു പ്രബലനം ശക്തമാക്കിയ പ്രതികരണത്തെ ശക്തമാക്കുന്നതിനുള്ള പ്രബലനമായിട്ട് ആ ഓരോ ധാന്യമണികളും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. ക്ലിയറായോ? ഏതെങ്കിലും സമയത്ത് ഈ ലിവർ അമക്കിയിട്ട് ഈ ധാന്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രതികരണത്തിൻ്റെ അവസ്ഥ വളരെ ആവൃത്തി കുറഞ്ഞു പോയേനെ, ആ പ്രതികരണം ഇല്ലാതായി പോയേനെ. ക്ലിയറായോ? അപ്പൊ പ്രതികരണത്തിനാണ് ഇവിടെ പ്രാധാന്യം കേട്ടോ, പ്രതികരണത്തിനാണ് പ്രാധാന്യം. ചുമ്മാ ഇരുന്ന് നമുക്ക് ഒരു ഫലവും കിട്ടില്ല. ഫലം എന്തോ ആയിക്കോട്ടെ, നമുക്ക് ആ ചോദ്യം നമുക്കറിയത്തില്ല, പക്ഷെ നമ്മൾ പ്രതികരണം നടത്തുക. നിങ്ങളിപ്പോൾ എന്നെ പഠിപ്പിച്ച് കേൾക്കുന്നില്ലേ? റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ചോദ്യം അവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ പ്രതികരണം നടത്തുക, നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ തരാൻ നമ്മളിവിടെ ഉണ്ട്, പേരൻസ് ഉണ്ട്, നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും ഉണ്ട്, ഹസ്ബൻഡൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, ദൈവമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം കൃത്യമായ പ്രബലനം കിട്ടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രതികരണം ശക്തമാകുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത, നിങ്ങൾക്ക് വേണ്ട ശക്തമായ സ്റ്റിമുലസിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കും. ക്ലിയറായോ? ഓക്കെ. പെട്ടിയിൽ സഞ്ചരിക്കുന്ന എലി യാദൃശികമായി ലിവർ അമർത്തി, ഓക്കെ, ഫുഡ് കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ കേട്ടോ. ക്രമേണ ലിവർ അമർത്തിയിട്ട് ആഹാരം സമ്പാദിക്കാനാണ് എലി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എലി പഠിച്ചു. നോക്കിയേ, ഇവിടെ ആഹാരം, സമ്മാനം, ലിവർ അമർത്തുന്നത് ആ പ്രതികരണമാണ് ഒപ്പറന്റ് പ്രതികരണം. ഞാൻ പറഞ്ഞില്ലേ, അതിനെ ക്രമാനുബന്ധനം എന്ന് പറയാം. ഒപ്പറന്റ് പ്രതികരണം അതിനെ പ്രബലനം ചെയ്യും. ആഹാരമാണ് പ്രബലനം ചെയ്തത്. ആ ഒരു പ്രവൃത്തി, ആഹാരമാണ് അതിൻ്റെ പ്രബലന സോഴ്സ്. ആ പ്രബലനം ചെയ്ത് ആഹാരം കിട്ടിയില്ലെങ്കിൽ, എനിക്ക് വേണ്ടാത്ത ആഹാരമാണെങ്കിൽ ഉറപ്പായിട്ടും പ്രബലനം ഉണ്ടാവത്തില്ല, പ്രതികരണവും വീണ്ടും നടക്കത്തില്ല. എന്നാൽ ഈ ആഹാരം എന്ന് പറയുന്നത് അവിടെ പ്രബലനമായിട്ട് ആക്ട് ചെയ്തു, സമ്മാനമായിട്ട് ആക്ട് ചെയ്തു. അപ്പോഴേക്കും എലിക്ക് പ്രബലനത്തിലൂടെ ആ പ്രതികരണം വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടായി. ഇനി അഥവാ ഈ പ്രബലനത്തിന്റെ അഭാവത്തിൽ ഈ ആഹാരം ഇഷ്ടമില്ലാത്ത ആഹാരം, അല്ലെങ്കിൽ ആഹാരമേ കിട്ടിയില്ലെന്ന് വിചാരിക്കുക, ഉറപ്പായിട്ട് ഈ ഓപ്പറന്റ് വ്യവഹാരം, അതായത് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദകം അറിയാത്ത ആ പ്രതികരണം അത് ഇല്ലാതാകുകയും ചെയ്യുന്നു. അയച്ചു നോക്കണേ നിങ്ങൾ. ഓക്കെ.
സ്കിന്നർ തന്റെ പരീക്ഷണങ്ങളിൽ ശിക്ഷയ്ക്കും സമ്മാനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകി. അതിൽ ശിക്ഷയെക്കാളും അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയത് ഏതാ? സമ്മാനത്തിന് കേട്ടോ. ഒരു ശീലം, നല്ലതായിട്ടുള്ളൊരു ശീലം പ്രബലപ്പെടണമെങ്കിൽ, റീഇൻഫോഴ്സ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ഉടനടി ഒരു സമ്മാനം നൽകിയാൽ മതിയായിരിക്കും കേട്ടോ. എന്നാൽ മറ്റൊരു ശീലം, തെറ്റായ ഒരു ശീലം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തക്ക സമയത്ത് നമുക്ക് എന്തോ ചെയ്യാം? ശിക്ഷ നൽകാൻ പറ്റും കേട്ടോ. എന്നാലും ശിക്ഷയെ അദ്ദേഹം ശിക്ഷ അടി എന്നുള്ള രീതിയിലല്ല, ആ ശിക്ഷയെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം കേട്ടോ. ഋണപ്രബലനം എന്ന് പറയാമേ. ശിക്ഷ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്ന അടി പിടിയൊന്നും അല്ല, അത് നമ്മളിങ്ങോട്ട് വരുവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ആദ്യം ഇത് മനസ്സിലായോ? കൃത്യമായിട്ടുള്ളൊരു ശരിയായ രീതിയിലുള്ള പ്രതികരണമാണെങ്കിൽ എന്ത് കൊടുക്കാം? സമ്മാനങ്ങൾ കൊടുക്കാം. അതിനെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം, ശരിയായ പ്രബലനം കൊടുക്കാം. ഇനി അഥവാ തെറ്റായിട്ടുള്ളൊരു ശീലമാണ്, തെറ്റായിട്ടുള്ള പ്രതികരണമാണെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടി, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ശിക്ഷ കൊടുക്കാം. കറക്റ്റായിട്ടും അടിയുന്നൊന്നും ഉള്ള രീതിയിലല്ല. അതിപ്പോൾ നിങ്ങളോട് പറയാൻ വരുമോ കേട്ടോ. എന്താണെന്നേ നോക്കിയേ. എന്താണ് ശിക്ഷ? ഒരു പെരുമാറ്റം, ഒരു തെറ്റായിട്ടുള്ളൊരു പെരുമാറ്റം ആവർത്തിക്കാനുള്ള സാധ്യതയെ കുറയ്ക്കുന്ന പ്രതികരണമാണ് ശിക്ഷ. എപ്പോഴും ശിക്ഷ ഏതൊരു വ്യക്തിയുടെയും സ്വഭാവത്തെ എന്തോ ചെയ്യുന്നു? ദുർബലപ്പെടുത്തുന്നു. നമുക്ക് ശിക്ഷ കിട്ടുന്ന ഒരു പേടി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി നടക്കുന്നു എന്ന് പറഞ്ഞൊരു സ്വഭാവം വരുന്ന സമയത്ത്, ഒരവസ്ഥ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നന്നാവാനേ ശ്രമിക്കത്തുള്ളൂ കേട്ടോ. വേദനാജനകമായ ഒരു അനുഭവം നൽകുന്നു, അതിലാണ് അടിയെന്നല്ല. ഇപ്പം എന്താണെന്ന് പറയാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറ്റം ചെയ്യാൻ പോവുക, നീക്കം ചെയ്യാൻ പോവുക, അതാണ് നിങ്ങളുടെ ശിക്ഷ. അടിയിടിയൊന്നും അല്ല. സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് നീക്കം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ ഉറപ്പ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റായ ശീലങ്ങൾ നിങ്ങൾ എന്തോ ചെയ്യാം? മാറ്റാൻ ശ്രമിക്കുമോ? എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങല്ലേ, ഞാൻ ഇനി നല്ല കുട്ടി ആയിക്കോളാം, നല്ല രീതിയിലെല്ലാം ചെയ്തോളാം എന്നൊരു അവസ്ഥ വരും. ശരിയല്ലയോ? ഓക്കെ, വേദനാജനകമായ ഒരു അനുഭവമാണ് നൽകാൻ പോകുന്നത്. അതെന്താണ് നമ്മൾക്ക് ഇപ്പോൾ വഴിയെ പറയാൻ കേട്ടോണേ. അതിനു മുമ്പ് എന്താണ് ക്രമാനുബന്ധന സിദ്ധാന്തം? നമ്മുടെ ഈ സിദ്ധാന്തം തന്നെ, എന്നാൽ അത് എടുത്തു പറയേണ്ടതാണ്. ക്രമാനുബന്ധന സിദ്ധാന്തം ഒന്നുകൂടെ കേട്ടെ. അനുകൂലമായ പ്രതികരണം ഉണ്ടാകുന്ന, അപ്പം നന്നായിട്ട് പ്രതികരണം നടത്തൂ, അതിലൂടെ നമുക്ക് വ്യവഹാരം ശരിയായ രീതിയിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി. അത്തരം പ്രതികരണങ്ങൾ ആവർത്തിക്കാനും പ്രതികൂലമായ പ്രവർത്തനം ലഭിക്കുന്ന, തെറ്റായിട്ടുള്ളൊരു പ്രവർത്തനത്തിലൂടെ ശരിയല്ലാത്തൊരു വ്യവഹാരമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവയെ ഒഴിവാക്കാനും ഒരു പഠിതാവ് പരിശീലിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രമാനുബന്ധന സിദ്ധാന്തം. ലിവർ അമർത്തിയ സമയത്ത് ചൂട് വെള്ളമാണ് വരുന്നതെങ്കിൽ എനിക്കത് വേണോ? വേണ്ട. അത്തരത്തിലുള്ളൊരു പ്രതികരണമാണെങ്കിൽ അത് ഒബ്വിയസ്ലി അതെന്തോ ചെയ്യും? അത്തരം പ്രതികരണങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കും. ക്ലിയർ ആയോ? അവിടെയാണല്ലോ ഒപ്പറന്റ് പ്രതികരണത്തിന് എലി വേണ്ടാന്ന് വെക്കും. അതേസമയം ഫുഡ് വെറൈറ്റി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇങ്ങനെ ലിവർ അമർത്തി വന്നുകൊണ്ടേയിരിക്കുന്നെങ്കിൽ അനുകൂലമായ ചോദകമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രബലനത്തെ ശക്തമാക്കി നമ്മൾ കൊടുക്കുക, പ്രബലനം ശക്തമാക്കി വെറൈറ്റി ഫുഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ പ്രതികരണം എന്തോ ചെയ്യുന്നുണ്ട്? ആ സാഹചര്യത്തിനനുസരിച്ച് ശക്തമാകുന്നുണ്ട്. അനുകൂലമായ പ്രതികരണം ലഭിക്കുന്ന വ്യവഹാരങ്ങളെ നമുക്ക് വീണ്ടും എന്തോ ചെയ്യാൻ സാധിക്കും മക്കളെ? ആവർത്തിക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണേ. എളുപ്പ സ്കിന്നർ കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാതെ പഠിക്കാനൊന്നും നിൽക്കേണ്ട കേട്ടോ. ഓക്കെ, സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ ഒരു പഠന രീതിയുണ്ട്, ക്രമീകൃത പഠനം, പ്രോഗ്രാംഡ് ലേണിംഗ്. ഒന്നുമില്ല, കൃത്യമായ രീതിയിൽ പാഠ്യവസ്തുക്കളെ ക്രമീകരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ആ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു പാഠ്യവസ്തുക്കളിലൂടെ ശരിയായ രീതിയിൽ വ്യവഹാരങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും. കൃത്യമായ രീതിയിൽ കുട്ടികൾ എന്തോ ചെയ്യുന്നുണ്ട്? പ്രതികരണങ്ങൾ നടത്തി ഒരു അധ്യാപകന്റെയും സഹായമില്ലാതെ കൃത്യമായ അടുക്കും ചിട്ടയോടെ വെച്ചിരിക്കുന്ന പാഠ്യവസ്തുക്കളുടെ ഒരു കൂട്ടം പാഠ്യവസ്തുക്കളുടെ സഹായത്തോടെ കുട്ടികളിലെ വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അതിന് ശരിയായ രീതിയിലുള്ള പ്രബലനം കിട്ടുകയാണെങ്കിൽ അവരിൽ ശരിയായ രീതിയിലുള്ള വ്യവഹാര രൂപീകരണം നടക്കും എന്നതാണ് മക്കളെ ക്രമീകൃത പഠനം, പ്രോഗ്രാംഡ് ലേണിംഗ്. ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ സ്കിന്നർ ആണ് കേട്ടോ. ഈ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണെന്ത്? ക്രമീകൃത പഠനം. ഓക്കെ, പ്രവർത്തനാനുബന്ധ സിദ്ധാന്ത പഠനത്തിന്റെ കേന്ദ്രബിന്ദു ഞാൻ പറഞ്ഞല്ലോ റീഇൻഫോഴ്സ്മെന്റ് ആണെന്ന്. അപ്പൊ പ്രതികരണവും, ചോദകം അറിയാത്ത പ്രതികരണവും അപ്രതികരണത്തിന്റെ പ്രബലനവുമാണ് കേട്ടോ. പ്രതികരണവും അതിലൂടെ ഉണ്ടാകുന്ന ചോദകവും പ്രതികരണത്തിന്റെ പ്രബലനവുമാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിത്തറ. എന്തൊക്കെയാ? പ്രതികരണത്തിലൂടെ ചോദകത്തിലേക്ക് എത്തുന്നു, പ്രബലനം നടക്കുന്നു. പ്രതികരണവും ചോദകവും പ്രതികരണത്തിന് വേണ്ടി നമ്മൾ നൽകുന്ന പ്രബലനവും. സ്കിന്നറുടെ ആശയങ്ങളാണ് ക്രമാനുബന്ധന പഠനത്തിന് അടിസ്ഥാനം, പ്രോഗ്രാംഡ് ലേണിംഗിന് അടിസ്ഥാനം. ഓക്കെ, അദ്ദേഹം SR സമവാക്യത്തെ RS സമവാക്യമായിട്ട് മാറ്റി. ഞാൻ പറഞ്ഞല്ലോ സ്റ്റിമുലസ് റെസ്പോൺസ്, ചോദക പ്രതികരണ പഠനങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകിയില്ല.
അദ്ദേഹം പറഞ്ഞ എന്താണ്? പ്രതികരണങ്ങൾക്ക് പ്രാധാന്യം നൽകാം, പ്രതികരണത്തിന് ശക്തമാക്കാം, പ്രബലനത്തിലൂടെ പ്രതികരണത്തിന് വ്യക്തമായിട്ടുള്ള ഒരു അടിത്തറ പാകി കൊടുക്കാം. എങ്കിൽ മാത്രമേ സ്റ്റിമുലസിലേക്ക് എത്തിച്ചേരാൻ ശരിയായ രീതിയിൽ കഴിയുകയുള്ളൂ. നോക്കിയേ, റെസ്പോൺസ്, പ്രതികരണം, ചോദകം, പ്രബലനം.